Praise the Lord. I'm so happy to be in your midst. Hallelujah. I feel like I'm in my... നമ്മളിന്ന് അതിനെക്കുറിച്ച് ഒരു അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് കർത്താവ് അവസരം ദാനം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് യാക്കോബിൻ്റെ ലേഖനം ചിന്തിച്ചു. യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ ഞങ്ങൾ ചിന്തിച്ച് അതിനകത്തുനിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. You are following the book. Hallelujah. അത് പഠിച്ചു. സ്തോത്രം. That was speaking about basically our authentic Christianity. Personally, am I an authentic Christian? സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണോ എന്ന് അതിനെ പഠിച്ച ഒരു പുസ്തകമാണ്. ഞാൻ ഒരു പ്രീസ്റ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒരു പുസ്തകമാണ് അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഐ നീഡ് യുവർ സപ്പോർട്ട്, ഐ നീഡ് യുവർ earnest support. Even children were following their Bibles. I'll request you to open your Bibles and follow it. Hallelujah. I have only some main points written here. Hallelujah, hallelujah. Praise the Lord. It's 1 Peter chapter 2. 1 Peter chapter 2 verse 9. Yeah. We will read. No, 2 verse 9. I think. Yeah, be holy because I'm holy. Right. Yeah, no. Let's read from 1 Peter chapter 1 verse 15 onwards. ഞാൻ വിശുദ്ധനാവുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാനിന്ന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ബി യി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. അത് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിലെ ഒരു കൊട്ടേഷനാണ്. That is given a New Testament version by Apostle Peter when he said, just as he who called you is holy, so be holy in all you do. Amen. Hallelujah. അതിനകത്ത് in all you do is addressed to every believer. Amen. Hallelujah. എല്ലാ വിശ്വാസികളെക്കുറിച്ചും കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് in all you do be ye holy. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, ദാറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ്. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിൽ യഹോവ പറഞ്ഞ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ, ആകുവീൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ടൈം ഇനി ഒരു 30 minutes കൂടാണോ? ഓൾമോസ്റ്റ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആ ക്ലോക്കിനെ നല്ലപോലെ കാണാൻ വയ്യ. ലെറ്റ് മീ ട്രൈ. യെസ്, ലെറ്റ് മീ ട്രൈ ടു സീ ഹിയർ. റൈറ്റ്, I can see. Praise the Lord. ഇത് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലെ വാക്യമാണ്. ലേവ്യ പുസ്തകത്തിൽ ദൈവം ഇസ്രയേലിനോട് പറഞ്ഞതാണ്, ബി ഈ ഹോളി ബിക്കോസ് ഐ ദ ലോർഡ് യുവർ ഗോഡ് ആം ഹോളി. ലേവ്യ പുസ്തകത്തിനെ കുറിച്ച് സം ആൻഡ് സബ്സ്റ്റൻസ് ഒന്ന് പറയാം. How many of you enjoy reading the book of Leviticus? None of you. Most interesting book. Hallelujah. ഭയങ്കര രസമാണ്. I never enjoyed reading it because it's all about sacrifices. അതിൻ്റെ തൊലി ഉരിക്കണം, കുടൽ കളയണം, തീക്കാത്ത. What's it for us? Hallelujah. നമുക്ക് വല്ല യൂസ് വല്ലതും ഉണ്ട്? അല്ല. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. എല്ലാം വിശുദ്ധമായിരിക്കണം. ആരാധന വിശുദ്ധമായിരിക്കണം. 1. 2, ലേവ്യ പുസ്തകം 1:8 മുതൽ പ്രീസ് ഹോളി ആയിരിക്കണം. അതിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അഹ്റോൻ്റെ പുത്രന്മാർ അന്യാഗ്നി ദൈവസന്നിധിയിൽ കത്തിച്ചു. അവരെ God's fire has consumed them because they were unholy and they were careless about the presence of God. ചില കാര്യങ്ങൾ അത് സാരമില്ലെന്ന് അവർ വിചാരിച്ചു. ഹല്ലേലൂയ. ഡീറ്റെയിൽസ് പറയാൻ സമയമില്ല. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം അധ്യായം മുതൽ സ്തോത്രം, ഫുഡിൻ്റെ കാര്യം, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കാര്യം, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യം, സറൗണ്ടിങ്സിൻ്റെ കാര്യം, ഇതെല്ലാം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഡ്രസ്സിങ് വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ഹല്ലേലൂയ മുടി, സ്തോത്രം, ഹല്ലേലൂയ, ആഹാരം, പിന്നെ ഹെൽത്ത്, ഹൈജീൻ, പ്രൈസ് ദി ലോർഡ്, ക്ലെൻലിനെസ്,
Amen. Hallelujah. Cleanliness is next to godliness. Cleanliness എന്ന് പറയുന്നത് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം, സമയമില്ലെങ്കിലും. Hallelujah. I never liked sweeping the room. I never liked washing clothes. Hallelujah. ചെറുത് കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ. പിന്നെ when I became a bachelor living outside, ഞാൻ ഈ സർഫൊക്കെ ഇട്ട് ബക്കറ്റിനകത്തോട്ട് ഡ്രസ്സൊന്ന് കുതിർത്ത് വെക്കും. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം ഒന്ന് കളഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഒന്ന് കുതിർത്ത് ഇളക്കി വെക്കും. പിന്നെ വൈകിട്ട് കളിയോ ജോലിയോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഒന്നുകൂടെ കുതിർത്ത് വെക്കും. പിന്നെ ആട്ടം നോക്കും. പിന്നെ അടുത്ത ദിവസം എടുക്കുമ്പോഴത്തേക്ക് എത്ര സർഫ് ഇട്ടാലും അത് നാറിയിരിക്കും. സ്തോത്രം. എനിക്ക് വാഷ് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു, പാത്രം കഴുകുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ when I read be ye holy because I the Lord am holy, in everything that do, in all that you do, you be holy. അതാണ് പത്രോസ് പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ it was all ritualistic, all mainly external. ഹല്ലേലൂയ. നമ്മളുടെ ഹെൽത്ത്, ബോഡി, പിന്നെ സെക്രീഷൻസ്, വാട്ട് എവർ, ഡ്രസ്സ്, വീട്, സോ എവ്രി വൺ എവ്രിവെയർ ഇറ്റ് മസ്റ്റ് ബി ഹോളി, ഹെൽത്തി, ഹൈജീൻ, ക്ലീൻ എന്നുള്ളതാണ്. സോ ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ആക്സെപ്റ്റ് ദാറ്റ്? How many children want to accept that? Be holy because I, the Lord your God, am holy. How many of you are ready to clean your house, to clean your dress, to clean your teeth and hair and everything? Your total appearance and your total health and life is acceptable unto the Lord. Hallelujah. That was an offering. Amen. ദൈവത്തിൻ്റെ ജനം ഏറ്റവും ശ്രേഷ്ഠരാകണമെന്നാണ് അതിനകത്ത് പറയുന്നത്. ആൻഡ് ലെവിറ്റിക്കസ് 25 ഇക്കണോമിക് ഇക്വാലിറ്റി, അതായത് നിങ്ങൾ കടം വാങ്ങിച്ചു, അല്ലെ കടം കൊടുത്തു, ആരെങ്കിലും വിറ്റു, ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയി, കള്ളു കുടിച്ച് വിറ്റുപോയി, യുവർ ഫിനാൻഷ്യൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു റൂൾ ആ ലേവ്യ പുസ്തകത്തിലുണ്ട്. നൺ ഓഫ് യു ഷുഡ് ബി പുവർ. ആമേൻ. In case, even if somebody squandered their money, that they must be reinstated. Hallelujah. എല്ലാ ആളുകളും ആരായിരിക്കണം? ന്യായമായിട്ടുള്ളവരായിരിക്കണം. The land belongs to the Lord. Hallelujah. അതാണ് അതിനകത്തെ പഴയ നിയമത്തിലെ പ്രിൻസിപ്പൽ. ആൻഡ് ചർച്ചിനകത്തും അങ്ങനെ തന്നെ ആയിരിക്കണം. Hallelujah. Amen. 26 പറയുന്നു, if you do this, I will bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. There is a standard, there is justice. Hallelujah. Amen. There is an ethics. Hallelujah. There is compassion. ഇതെല്ലാം ചേർന്ന ഒരു ടീച്ചിങ് ആണ് ലെവിറ്റിക്കസിലുള്ളത്. Be ye holy because I, the Lord your God, am holy. Amen. Hallelujah. How many of you want to choose that, accept that in your life? Amen. Hallelujah. Amen. Amen. Unholiness God never tolerates. Hallelujah. Praise the Lord. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അപ്പോസ്തലനായ പത്രോസ്. പത്രോസ് ആരാണ്? സഭയുടെ I will build my church on this rock എന്ന് പറയുന്ന പെന്തക്കോസ്തുകാർക്ക് വേറെ ഇൻ്റർപ്രിട്ടേഷൻ, on this confession, on this faith. എന്നാൽ 1 ഗലാത്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അതോ 2-ലാണോ? സ്തോത്രം. 2:9. ഞാൻ സഭയുടെ തൂണുകളായ യാക്കോബ്, സ്തോത്രം, ശിമോൻ, റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേരെ. 2:9. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാവ്, യോഹന്നാൻ, അവർ സഭയുടെ തൂണുകളാണ്. അപ്പം യാക്കോബിൻ്റെ ലേഖനം ഇന്നലെ നമ്മൾ വായിച്ചു. And today we are reading from the leader of the church. Inauguration നടത്തിയ ആൾ സഭയുടെ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ആൾ. കർത്താവ് പ്രത്യേകമായ ഒരു കൃപ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം സഭയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വളരെ സീരിയസ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കണം. അദ്ദേഹം പറയാൻ, ബി ye holy. The entire community must be holy because the one who called you is holy. ഈ ഹോളിനെസ്സിന് പഴയ നിയമത്തിലെ ഹോളിനെസ്സുമായിട്ട് ഒരല്പം വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഞാനിവിടെ 2nd ലൈനിൽ one holy body of Christ
എന്നുള്ളതിന് അതിൻ്റെ ലാറ്റിനൂടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അവിടെ ആ മൂലയ്ക്ക് എനിക്ക് തോന്നുന്നു ലാറ്റിനാന്ന് തോന്നുന്നു ഒരു സൈഡിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ചർച്ച് ഹാസ് മെയ്ഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ദി അതർ സൈഡ് ഇസ് ഇംഗ്ലീഷ്. ഹല്ലേലൂയ. ഹിയർ it is written unam sanctam catholicam et apostolicam ecclesia. Ergo I believe the one holy, unum one, sanctam is holy, and catholicam means universal, every tribe, amen, every culture and every language. Hallelujah. That is Revelations vareyullada. Praise the Lord. So we cannot segregate any community, any group, any person, hallelujah, any culture, any language, amen, any color. There's no difference. Unam, one, hallelujah. Christ's body is one. How many churches you see on the face of the earth? ഞാനൊക്കെ 84 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 50,000 പ്ലസ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ 50 lakhs മേളിൽ കാണും, 5 million മേളിൽ ചർച്ചസ് കാണും. ഈ കോവിഡ് വന്ന് കഴിഞ്ഞ ശേഷം ഒരു ഗുണമുണ്ടായി. ആ ഗുണമെന്ന് പറയുന്നത് ഈ ടി വിയിലൊക്കെ മലയാളത്തിലെ വീട്ടിലെ സഭായോഗം, ഞാൻ പിന്നെ ഓൺലൈനിൽ കൂടുക പാസ്റ്ററെ, വരുന്നില്ല, കോവിഡൊക്കെ ആയിരുന്നു. പിന്നെ വന്ന് ഇനിയിപ്പം വീട്ടിലെ സഭായോഗം മതി. വീട്ടിലെ സഭായോഗം പച്ചക്കറി അരിഞ്ഞുകൊണ്ടും അത് തിന്നുകൊണ്ടും പുതപ്പിനകത്ത് കിടന്നുകൊണ്ട് കൂർക്കം വലിച്ചുകൊണ്ടും ഒക്കെയാണ് വീട്ടിലെ സഭായോഗം പലരും കൂടും. ഹല്ലേലൂയ. സ്തോത്രം. സഭ എത്ര ഉണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ വിളിച്ചത്, നമ്മുടെ വിശ്വാസം എല്ലാം സിംഗിളാണ്. ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ വിളിച്ചത് നമ്മുടെ കർത്താവിൻ്റെ രക്തമാണ്, വിശുദ്ധ വിളിയാണ്, വചനത്താൽ വീണ്ടും ജനിച്ചതാണ്. ബട്ട് വി ആർ നോട്ട് കോൾഡ് ടു ബി അലോൺ. We, by baptism, we are joining Christ. Hallelujah. We are one church. Hallelujah. Stotram. Nammale, we are through baptism we join into the body of Christ. Hallelujah. അപ്പോൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ ചേർന്ന എല്ലാവരും, ഹല്ലേലൂയ, you have joined Christ. Hallelujah. ക്രിസ്തുവിൻ്റെ സഭ. How many churches are there now? It's only one church. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിനോട് ചേരുന്ന നാം, നമ്മൾ ദൈവത്തോട് ചേർന്നു. Hallelujah. It's only one church. Hallelujah. Don't see any differences between Sharon and IPC and Church of God and Pentecost, TPM and then Catholic and Marthomite. ഇവിടെ എല്ലാം ഉള്ളവർ ക്രിസ്തുവിനോട് ആര് ചേർന്നോ, there's no difference. ഇപ്പം ട്രൈബൽസിനെ ചേർക്കാമോ? യെസ്. ആ ട്രൈബൽസ് ആരായിരുന്നു? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇല പിടിക്കാനായിട്ട് വരുന്ന ആളുകളായിരുന്നു. കല്യാണത്തിനൊക്കെ ഇല എറിയുന്നിടത്തു നിന്ന് ഇല കളക്ട് ചെയ്ത് അതിനകത്തു നിന്ന് ഫുഡ് കൊള്ളാവുന്നതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിച്ചിരുന്ന ആളുകളാണ്. ചരിത്രം ബാക്കിയൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And can I go and eat with them? Amen. Hallelujah. അത് പല ആളുകൾക്കും പ്രയാസമുള്ള കാര്യമായിരുന്നു. It's possible. Hallelujah. നമ്മളുടെ ആ ലിബറേഷനിലേക്ക് വരണം, ആ സെൽഫ് നെഗേഷനിലേക്ക്. God has negated himself. Self-negation. Hallelujah. Emptied himself and came and dwelt among us. Amen. പാപിയായ എന്നെ തേടി എൻ്റെ കർത്താവ് വന്നു. He has accommodated me into his body. Amen. Hallelujah. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാൻ, ഊനം സാങ്താം. ഹല്ലേലൂയ. സാങ്താം എന്ന് പറയുന്നതിനകത്ത് ഹോളി എന്നാണ്. ഹൗ മെനി ഓഫ് us are 100% holy? 100% holy. Anybody here? Praise the Lord. ജീവിച്ചിരിക്കുന്നവനാരും വിശുദ്ധനാകുകയില്ല.
നക്ഷത്രങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തിളക്കമില്ല. സോ ഐ ഹാവ് ദി ഹിസ്റ്ററി ഓഫ് ലോട്ട് ഓഫ് സെയിൻറ്റ്സ്. ഹല്ലേലൂയ. എത്ര പേര് ഹോളിയാണ് അറിഞ്ഞോട്ടാ? പോപ്പ് ഹോളിയാണോ? പോപ്പ് പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ അവസാനം ഒരു ലാറ്റിൻ പ്രാർത്ഥനയുണ്ട്. മിയാ കുൾപ്പ, മിയാ കുൾപ്പ, മിയാ മാഗ്ന കുൾപ്പ. എൻ്റെ തെറ്റ്, എൻ്റെ തെറ്റ്, എൻ്റെ വലിയ തെറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് അപ്പോസ്തലനെ നോക്കിയപ്പോൾ അവരും പൗലോസുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. വിഷൻ കണ്ടിട്ട് പിന്നെ എല്ലാവരെയും ചേർക്കണമെന്ന് പറഞ്ഞ പുള്ളി പിന്നെ അവരോടുകൂടെ ആഹാരം കഴിക്കാതിരുന്ന ഇതിനകത്ത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയാൻ, ആ പാപികളിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു പാപത്തിൻ്റെ പ്രമാണം കിടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, ഞാൻ ഇച്ഛിക്കാത്ത തെറ്റ് ചെയ്യുന്നുവെങ്കിൽ. സോ ഹൗ മെനി ഓഫ് us are holy? We are holy only in Christ. ക്രിസ്തുവിൽ, അവൻ്റെ രക്തത്തിൽ. ഹല്ലേലൂയ. റീഡ് 1:18. First Peter 1:18. ആ ആ ആ ആ ആ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. നമുക്കൊരു വിലയേറിയ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിലെ ഇവിടുത്തെ ജീവിതം ഒന്നും പെർമനൻ്റ് അല്ല. ഹല്ലേലൂയ. വേർ ഓൺലി ഹല്ലേലൂയ സോജേണേഴ്സ്. ഹല്ലേലൂയ. നമ്മളിവിടെ സ്തോത്രം ആരാണ്? യാത്രക്കാരാണ്, വഴിപോക്കരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദിസ് ഇസ് നോട്ട് അവർ പെർമനന്റ് ഹോം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തം. നാം വീണ്ടും ജനിക്കപ്പെട്ടത് സ്തോത്രം വാടാത്ത കെടാത്ത ബീജത്താൽ. ഹല്ലേലൂയ. പുല്ല്, പൂവ് അതെല്ലാം വാടിയും ഉതിർന്നും പോകും. പക്ഷേ കർത്താവിൻ്റെ വചനമോ എന്നേക്കും വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട വിലയേറിയ വിശ്വാസമുള്ള അതിമഹത്തായ പ്രതിഫലത്തിനായി വിളിക്കപ്പെട്ട വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ആ ഭാഗത്തു നിന്ന് അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സ്ലൈഡിലേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Be holy because you are a royal priesthood. Hallelujah. Priests ആരായിരിക്കണം? ഹോളി ആയിരിക്കണം അല്ലേ? We are all, each one of us is a royal priest. Amen. Hallelujah. കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ രാജകീയം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. രാജകീയം എന്ന് പറയുന്നത് ഇസ് നോട്ട് എ പേഴ്സൺ ഹു ഈസ് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്. എനിക്കും പ്രാർത്ഥിക്കുമ്പം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ഹല്ലേലൂയ. എനിക്കും മക്കൾക്കും ഭാര്യയ്ക്കും അത്രയും മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നോ, ദി പ്രീസ്റ്റ് കൺസേൺ ഈസ് ഫോർ ദി എൻറ്റയർ കിങ്ഡം. ഹല്ലേലൂയ. ഓൾ ദി പീപ്പിൾ, ഓൾ സബ്ജക്ട്സ്. ഹല്ലേലൂയ. അവിടെ സെൽഫില്ല. പ്രീസ്റ്റ് സർവീസ് ഈസ് ഫോർ ദി കിങ്ഡം. ഹല്ലേലൂയ. നമ്മളൊരു റോയൽ നേച്ചറിൻ്റെ ആളുകളാണ്. നമ്മുടെ ആ സെൽഫിഷ് നേച്ചർ എന്ന് പറയുന്നത് പ്രാകൃതമാണ്. വി ഹാവ് ടു ലിബറേറ്റ് അവർസെൽവ്സ് ഫ്രം ദാറ്റ്. നമ്മളെ തന്നെ അതിൽ നിന്നൊന്ന് സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ. നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ല, ബിയോണ്ട് ദാറ്റ്, the interests of the community, interests of the church. Hallelujah. Interests of the kingdom of God. Hallelujah. Royal priesthood. Royal എന്നത് responsible ആണ്, standing for the state. And we are a holy temple. 2:5 മുതൽ നിന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. നിങ്ങളും, ഇറ്റ്സ് പ്ലൂറൽ. ഹു ഈസ് റൈറ്റിംഗ്? ആദ്യത്തെ പോപ്പാണെന്ന് പറയുന്ന അപ്പോസ്റ്റൽ പീറ്ററാണ്. അപ്പോൾ പീറ്റർ പറയുകയാണ്, എന്നോട് ചേർന്ന് പണിയപ്പെടുന്നതെന്നൊന്നും അല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങളും. ഹല്ലേലൂയ. everyone, there is an equality. Hallelujah. There is no speciality. സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. സ്തോത്രം. നിങ്ങളും ആരാണ്? ജീവനുള്ള കല്ലുകൾ. ഹല്ലേലൂയ. ഈ ബിൽഡിങ് പണിയുമ്പം തന്നെ, ബിൽഡിങ്ങുകൾ പണിയുമ്പം ചേരാത്ത കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ചേരാത്ത കല്ല് എത്ര അടിച്ചാലും ശരിയാകാത്ത, സീറ്റിങ്ങും ഇല്ല. അതിൻ്റെ മുകളിലും ഒരു കല്ലിരിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അടിയിലും എങ്ങും ചേരത്തില്ല. ആരോടും ചേരാത്ത കല്ലുകളുണ്ട്. സഭയിലും അങ്ങനെയൊക്കെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരോടും ചേരാത്ത ഒറ്റയാന്മാർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ജീവനുള്ള കല്ല് അങ്ങനെയല്ല. ആത്മീയ ഗ്രഹമായി പണിയപ്പെടണമെങ്കിൽ ഒന്നൊന്നിനോട് ചേർന്ന് പണിയപ്പെടണം. ഇവിടുത്തെ സിറ്റുവേഷനിൽ അറിയാം, ഈ ഇടയ്ക്ക് ഒരു കല്ലങ്ങ് ഇളകിപ്പോയാലുള്ള ഗുണം എന്താണ്? ഈ ബ്രീസൊക്കെ അടിച്ച് ഇങ്ങനെ കയറി വിൻ്ററിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് അല്ലേ? സ്തോത്രം. നാട്ടിലൊക്കെ അത്രയും തിരിച്ചറിയത്തില്ല. സ്തോത്ര ഹാലിൽ പിന്നെ വല്ല പാമ്പും പുഴുവെല്ലാം കയറി വരുമെന്നുള്ളത്. ഒരു ഗൃഹം പണിയുമ്പോൾ പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ജീവനുള്ള കല്ലുകൾ. അഡ്ജസ്റ്റബിലിറ്റി. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആൾ, മുമ്പിലും ഇരിക്കുന്ന ആൾ, സ്തോത്രം, നമ്മുടെ പൊസിഷൻ ഒന്നും നോക്കാതെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ, നല്ല ബോണ്ടുള്ള ഒരു സ്റ്റോൺ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്തോത്രം. വി ആർ പെർഫെക്റ്റ്ലി ബോണ്ടഡ് ടുഗദർ. അതാണ് ചർച്ച് എന്ന് പറയുന്നത്. ആ ചർച്ചാണ് ഒന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരമാണ് ചർച്ച് എന്ന് സ്തോത്രം നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. മേക്ക് ഷുവർ യുവർ കോളിംഗ് ആൻഡ് ഇലക്ഷൻ. ഞാൻ എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്ന് പോവാൻ. വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഇൻ ദി ചർച്ച്? ഈ സഭയ്ക്കകത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, വാട്ട്സ് യുവർ റോൾ? ഹല്ലേലൂയ. ഈച്ച് വൺ ഹാസ് എ റോൾ. നമ്മളും ചേർത്ത് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് മൂലക്കല്ല്? ആരാണ് അടിസ്ഥാനം? ഹൂ ഈസ് ദി ഫൗണ്ടേഷൻ? നോ. Foundations are the apostles and prophets. That means God's word. Apostles and prophets. Ephesians 2:19 അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണി. That's the word of God. Hallelujah. Who is the capstone? Christ the capstone or cornerstone. Cornerstone ആണ് ഡിമെൻഷൻസ് കീപ്പ് ചെയ്യുന്നത്. വെർട്ടിക്കുലർ, what is that? Vertical and then horizontal, corners, lining, alignment എന്ന് പറയുന്നത് with Christ. ക്യാപ്സ്റ്റോൺ എന്ന് പറയുന്നത് ഇവിടെ ഈ പാലമൊക്കെ പണിയുന്നിടത്തും പഴയ പള്ളികളുടെ എൻട്രൻസിലും ഒക്കെയുള്ള ചെറിയ കല്ലുകൾ ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻട്രലിൽ വന്നിട്ട് ഒരു ക്യാപ്സ്റ്റോൺ, അതിനെ പഴയ കാലത്ത് ചാക്കുമൊക്കെ വെച്ച് അടിച്ചാണ് ഉറപ്പിക്കുന്നത്. ഇപ്പം കഴിയുമ്പോൾ അതിനെ പിടിച്ചെല്ലാ കല്ലുകളും ചേർന്നൊരു വാതിലായിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെർഫെക്റ്റ്ലി ബോണ്ടഡ് ബൈ into Christ by the Holy Spirit. അതില്ലാതെ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കല്ലേ, ഒരു എക്സ്ട്രാ വിരൽ കിടക്കുകയാണെന്ന് വിചാരിച്ചു. വാട്ട്സ് ദി യൂസ് ഓഫ് ദാറ്റ്? നോ കൺട്രോൾ. സെൻട്രലിൽ നിന്ന് കൺട്രോളൊന്നുമില്ല. ഇവിടെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ, തല കൊണ്ട് അതിനെ മൂവ് ചെയ്യാനൊക്കത്തില്ല, മറ്റു വിരൽ കൊണ്ടൊക്കെ മൂവ് ചെയ്യാം. പിന്നെ ആ വിരലിനല്ല, ഇതൊരു നാശമാണ്. ഒരു റോൾ ഇല്ലാത്ത, ഒരു ഫങ്ഷൻ ഇല്ലാത്ത ഒരു പേഴ്സൺ is not part of the church, is not a contributing member, but rather a nuisance. If there is a malign cell part, it can cause great damage. ദൈവത്തിൻ്റെ സഭയുടെ അത്രയും നല്ല ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ ഇതുവരെ ലോകത്തിൽ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അത് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. അവിടെ സെൽഫ്ലെസ്സാണ്, ബേസ്ഡ് ഫൗണ്ടഡ് ഓൺ ദി വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അലൈൻഡ് വിത്ത് ക്രൈസ്റ്റ്. ഇത്രയും നല്ല ഒരു കമ്മ്യൂണിറ്റി ലോകത്തിൽ എങ്ങുമില്ല. സ്തോത്ര. ഹല്ലേലൂയ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു സഭയിൽ ചൂഷണമില്ല, കള്ളമില്ല, കളിപ്പീരില്ല, ഒന്നുമില്ല. ബിൽറ്റ് ഓൺ ക്രൈസ്റ്റ്, ദ സോളിഡ് റോക്ക്. Hallelujah. Aligned with Christ, guided by the Holy Spirit. If that is there, that's the excellent church. Adaganam. So I'm asking again, what's your calling and election? Make sure your calling and election. 2 പത്രോസ് 1:10 പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവേൻ. സഭയിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ വേലയിൽ, ക്രിസ്തുവിൻ്റെ ആലയമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ റോൾ എന്താണ്? If you are not a contributing member, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നോടുകൂടെ ചേർക്കാത്തവൻ, that means a live, active, contributing member. You cannot become a non-contributing but a member.
ദാറ്റ്സ് നോട്ട് എ മെമ്പർ. ഹാലൽ, നോട്ട് എ മെമ്പർ ഓഫ് ദി ബോഡി. ആമേൻ, ഹാലൽ. ഞാൻ അവിടെ നിന്ന് എൻ്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ ചാപ്റ്റർ 4 വേഴ്സ് 7 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കട്ട് ഷോർട്ട് ചെയ്യുക. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. കസറിയിടാനാണ് വരം ലഭിച്ചതെങ്കിൽ അതെ, പാടാനാണ് വരം ലഭിച്ചതെങ്കിൽ അതെ, പ്രൈസ് ലോർഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് വരം ലഭിച്ചതെങ്കിൽ അതെ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഫിനാൻഷ്യൽ ആണെങ്കിൽ അതെ, പ്രൈസ് ലോർഡ് തൂത്തുവാരാനാണെങ്കിൽ അതെ, ചായ ഇടാനാണെങ്കിൽ അതെ, സുവിശേഷം പറയാനാണെങ്കിൽ അതെ, സ്വതന്ത്ര ലോഡ്സ് ഓഫ് സർവീസസ്. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി, നല്ല ഗൃഹവിചാരകന്മാരായി. Who knows whether if you are a faithful steward, you know. The Holy Spirit will tell us. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന ആ ശുശ്രൂഷയിൽ സ്ഥലത്ത് ഒരു നല്ല ഗൃഹവിചാരകനാണോ? ആം ഐ എ ഫെയ്ത്ത്ഫുൾ സ്റ്റിവാർഡ്? ഹാലേ. നല്ല ഗൃഹവിചാരകനായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. Serve one another. Hallelujah. Is there an ego for servant? No ego. Come, he comes. Go, he goes. Clean. I don't want. No ego. Not irritated. Amen. Hallelujah. Praise the Lord. കർത്താവിൻ്റെ സ്തോത്രം. അന്യോന്യം ശുശ്രൂഷിപ്പൻ. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് സമയം നിർത്തുക. ഹല്ലേലൂയ. സ്തോത്രം. യെസ്. ടൈം ഈസ് അപ്പ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. അന്യോന്യം ശുശ്രൂഷിക്കുക. അവിടെ ആരാണ് ടോപ്പ്? ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നാ തോന്നുന്നു. ദർ ഇസ് നോ അപ്പ് ആൻഡ് ഡൗൺ വെൻ യു ഗോ ഇൻ ടു ദി ഔട്ടർ സ്പേസ്. ഈ ഭൂമിയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലിരിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഈ അപ്പ് ആൻഡ് ഡൗൺ. ഹല്ലേലൂയ. The entire universe is serving one another. ഒരു ബോളിനെ, പഴയ കാലത്തെ ബോള് ഡിഫറെൻറ്റ് പീസസ് ചേർത്തുണ്ടാക്കുന്നതാണ്. അതിലേത് പീസാണ് മുകളിലുള്ളത്? ഒരു ചെറിയ പിക്ചറോടെ പറഞ്ഞു നിർത്താം. സ്തോത്രം. I think it was in nearly 2000 AD. ഞാൻ KP യോഹന്നാൻ സാറിൻ്റെ സെമിനാരിയിലെ അധ്യാപകനായിരിക്കുന്നു. ഒരു 4 o'clock 3:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴ. അത് ഒരു 5 o'clock വരെ അങ്ങ് മഴ കണ്ടിന്യൂ ചെയ്ത് തുലാമഴ എന്നാണ് അതിന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ മഴയൊക്കെ കഴിഞ്ഞ് അത് ഒരുമാതിരി ചൂടുള്ള സമയമാണ്. അപ്പോൾ മണ്ണൊക്കെ ഉണങ്ങിയിരിക്കുന്ന സമയമാണ്. പെട്ടെന്നുള്ള മഴ. ആ മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഇറങ്ങി ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന റൂട്ടിലെല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ശക്തമായിട്ട്, ചെറിയ റോഡിൻ്റെ സൈഡിലെ കനാലിലൂടെയൊക്കെ. ഞാൻ ആ റോഡിൻ്റെ സൈഡിലെ കനാലിലൂടെ പോകുമ്പോൾ ഒരു റൗണ്ട് ഒരു ബ്ലാക്ക് ബോൾ ഇങ്ങനെ ഉരുണ്ട് പോകുന്ന കണ്ടു. അപ്പോൾ സാധാരണ ഈ ലേഡീസൊക്കെ മുടിയൊക്കെ ചുരുട്ടി വിട്ട് അങ്ങനെ ഉള്ള ബ്ലാക്ക് സാധനം ഉരുള പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ അതല്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു വൂളൻ ബോൾ പോലെ ഇരിക്കുന്നു. ഇറ്റ് വാസ് ബിഗർ ദാൻ അവർ ക്രിക്കറ്റ് ബോൾ. ഒരു ചെറിയ കറിനാരങ്ങയുടെയൊക്കെ വലിപ്പമുള്ള ഒരു ബോളാണ്. ഞാൻ അവിടെ കുനിഞ്ഞു നോക്കി ഇതെന്താണ്. അപ്പോൾ എനിക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നി. അതെല്ലാം ഇങ്ങനെ തമ്മിൽ നെറ്റ് കൊണ്ട് പിടിച്ച് കോർത്തിരിക്കുന്ന ഒരു ബോളാണ്. അതിങ്ങനെ പോവുക. അപ്പോൾ ഞാൻ പുറകെ ഒരു വടി എടുത്തുകൊണ്ട് ചെന്നിട്ട് ഇത് ലിവിങ് ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. ഞാൻ അതിനെടുത്ത് കരയ്ക്ക് തള്ളിയിട്ടിട്ട് നോക്കി. അപ്പോഴും ആ ബോൾ പോലിരിക്കാൻ ഇച്ചിരൂടെ നീക്കിയിട്ടു. ഞാനൊന്ന് പൊട്ടിച്ചപ്പോഴാണ് അത് ആൻസ് ചെറിയ ചെറിയ ആൻറ്റുകളിൽ. അതിൻ്റെ കൂട്ടിലെല്ലാം വെള്ളം കയറിയപ്പോൾ അവരിങ്ങനെ കൂട്ടിപ്പിടിച്ചു, കൈകൾ കൂട്ടിപ്പിടിച്ച് they became one and then they were floating, therefore it was floating in the water. രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. പ്രൈസ് ദി ലോർഡ്.
ഈച്ച് വൺ ഹാസ് ടേക്കൺ ദെയർ റോൾസ്. കാല് കൂട്ടി ഇങ്ങനെ പിടിച്ചേക്കുവാണ്, കാലും കയ്യും വിടുന്നില്ല. ഞാനത് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ആൻസർ ഇറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. അവരവർക്ക് ലഭിച്ച ദൈവകൃപകൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ടോട്ടൽ സെൽഫ് ഗിവിങ് ആൻഡ് റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. ഈച്ച് വൺ ഹാസ് എ പാർട്ട്. ഈച്ച് വൺ ഈസ് ടേക്കിംഗ് ദെയർ റോൾ. ഞാനത് ഇവിടെയും കണ്ടു. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് വോളണ്ടറി സർവീസാണ്. കർത്താവ് കാണിച്ച മാതൃക എന്ന് പറയുന്നത് സെൽഫ് നെഗേഷൻ, ടോട്ടൽ ഗിവിങ് ഓഫ് സെൽഫ് ആൻഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ സഭ. 5-ാം അധ്യായത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയാൻ, നിങ്ങളുടെ ഒരു കൂട്ടുമൂപ്പനായ ഞാൻ മറ്റ് മൂപ്പന്മാരെ ഉപദേശിക്കുന്നത്, ഹല്ലേലൂയ, സെർവ് ദി ചർച്ച് വോളണ്ടറിലി, സെൽഫ്ലെസ്ലി, നോട്ട് ആസ് authoritarians lording over the church, but as models, and the master shepherd will reward you in the right time. Hallelujah. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, തക്ക സമയത്ത് പ്രതിഫലം തരും. ഇവിടെ വളരെ കാര്യമായിട്ട്, in all your walks I have left. It's given to all the believers in all the walks, in suffering, hallelujah, and in persecution. നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡ്സ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ, യങ്സ്റ്റേഴ്സ്. 5-ാം അധ്യായത്തിൽ യൗവനക്കാരെ മൂപ്പന്മാർക്ക് കീഴടങ്ങും. ഹ്യൂമിലിറ്റി. ഹല്ലേലൂയ. അത് ധരിച്ച് പരസ്പരം സെർവ് ചെയ്യുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ, പ്രൈസ് ദി ലോർഡ്, 5-6 വായിച്ച് നിർത്തിക്കാണ്ട്. സ്തോത്രം. Therefore humble yourself under the mighty hands of God. He will exalt you in the right time. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഹംബിളായിട്ട് സെർവ് ചെയ്യുക. He will exalt you in the right time. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അഹങ്കാരം കൊണ്ടുവരാനും ഇടർച്ച കൊണ്ടുവരാനുമായിട്ട് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് ചുറ്റിത്തിരികയാണ്. That's what the devil is doing. Do not become an instrument in the hands of the devil. Become an instrument in the organ, in the body of Christ. Hallelujah. Be ye holy, because the Lord who called us is holy. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന സഭയ്ക്ക് നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.